ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ പേരാണ് സ്മൈൽ. അപ്പോൾ സ്മൈലാണെങ്കിൽ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇവളുടെ ആണെങ്കിൽ റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ആവണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എടുത്ത് അവളെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ പേരാണെങ്കിൽ സി എന്നാണ് കേട്ടോ. അപ്പോൾ സി പറയുന്നുണ്ട്, എന്തായാലും സ്മൈൽ നീ തന്നെയായിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഇവനാണെങ്കിൽ ഇവളടുത്ത് കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇവൻ നല്ലൊരു ഹാൻഡ്സമായിട്ടൊരു പയ്യനാണ്, നല്ല പേഴ്സണാലിറ്റിയുള്ള പയ്യനാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ സ്മൈലാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ഫസ്റ്റ് പ്ലേസിൽ ജിയാങ്ങ് ഒരുത്തനായിരിക്കും. അപ്പോൾ വിളിച്ച് നോക്കിയാണ് ആരാണ് ജിയാങ്ങെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ജിയാങ് വരുന്നുണ്ട് കേട്ടോ. ഇവനാണ് നമ്മുടെ ഈ സീരീസിലെ ഹീറോ കേട്ടോ. അപ്പോൾ ജിയാങ് ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ ഗേൾസൊക്കെ പറയാണ്, ജിയാങ് എന്ന് പറയുന്നത് നല്ല വെൽത്തി ഫാമിലിയാന്നൊക്കെ പറയുന്നുണ്ട്, അവൻ നല്ല ഹാൻഡ്സമാണ് കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെപ്പോലെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ ലക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സ്മൈലിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവിടെ 3-ാം സ്ഥാനത്തായിരിക്കും. അപ്പോൾ ജിയാങ് വന്നിട്ട് നമ്മുടെ സ്മൈലിൻ്റെ അടുത്ത് പറയേ, വെറുതെ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, നീ ഒരു ക്രൈസി വുമണാന്ന് പറഞ്ഞിട്ട് ജിയാങ്ങാണെങ്കിൽ നമ്മുടെ സ്മൈലിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സ്മൈലിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജിയാങ് പറയാണ്, നിന്നെ പോലുള്ള ആളൊന്നും ഫസ്റ്റ് എത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ അടുത്ത് കുറച്ച് റോഡായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ സ്മൈലാണെങ്കിലോ നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് തിരിച്ച് പറയുന്നുണ്ടേ, ഓ നീ അത്ര കാണാൻ വലിയ ഹാൻഡ്സം ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ പെമ്പിള്ളാർ പറഞ്ഞ പോലെ നിന്നെ പോലത്തെ ഒരു അഗ്ലി ഫേസിന് ആരാണ് മാരേജ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സ്മൈലാണെങ്കിൽ ഭയങ്കരമായിട്ട് അലമുറിട്ട് അവിടെ കിടന്ന് കൂവുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എനിക്കിതിന് ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു എന്ന് പറയിട്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ സ്മൈലാണെങ്കിലോ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പം ബോധം കെട്ട് വീഴുന്ന സമയത്ത് നമ്മുടെ ജിയാങ്ങും അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ വന്ന് അവൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. നമ്മുടെ സ്മൈലാണെങ്കിലോ ബോധം കെട്ട് വീണുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് ഇവളാണെങ്കിൽ എണീറ്റുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സ്മൈലാണെങ്കിൽ ഹോസ്പിറ്റലായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവൾ എണീക്കുന്ന ടൈമിലുണ്ടല്ലോ ഇവൾ പറയാണ്, അല്ല ഞാനിപ്പോൾ ഇവിടെ എവിടെയാണ്, എൻ്റെ തലയ്ക്ക് കുറച്ചായിട്ട് വേദനയൊക്കെ ഇടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്മൈൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ജിയാങ്. എന്നിട്ട് നമ്മുടെ ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ജിയാങ്ങിനെ കണ്ടിട്ട്, ഇത് ഏത് ഹാൻഡ്സമായ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിലോ ജിയാങ്ങിനെ കൈ കയറി ഇങ്ങനെ പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ജിയാങ്ങിൻ്റെ ഫേസ് ഇവൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവൾ പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ജിയാങ്ങാണെങ്കിൽ അവളെ കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിടിച്ച് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ്, നീ എണീറ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിയാങ്ങാണെങ്കിലോ നമ്മുടെ സ്മൈലിനെ വന്നിട്ട് ലൈറ്റായിട്ട് കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിസ് കിട്ടിയ വശമാണ് നമ്മുടെ സ്മൈലാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ ഫേസ് കാണുന്നത് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് നീയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്ത് ഇവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്മൈൽ ജിയാങ്ങിൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ ജിയാങ് ഉണ്ടല്ലോ ഇവളെന്തേ പറയണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കണേ, അല്ല ഞാനിപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ വന്നത്, അല്ല നീ എന്തിനാണ് ഇപ്പം എൻ്റെ അടുത്ത്, നീ എന്തിനാണ് ഇപ്പം എന്നെ കിസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ജിയാങ് ആണെങ്കിൽ നമ്മുടെ സ്മൈലിൻ്റെ അടുത്ത് പറയുകയാണേ, ഞാൻ നിൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ എൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട്, പിന്നെ നിന്നെ കെയർ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയിലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാങ് ആണെങ്കിൽ സ്മൈലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് അവൾ വിശ്വസിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജിയാങ് ആണെങ്കിൽ നമ്മുടെ സ്മൈലിന് ഇവരുടെ വെഡ്ഡിങ് ഫോട്ടോ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയാണ്, ഇത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാങ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് പറയാണ്, ഇതൊന്നും ഒരിക്കലും നടക്കില്ല, ഇതൊക്കെ ഫേക്കാന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിയാങ് പറയുന്നുണ്ട്, നിക്ക് സ്മൈൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവളാണെങ്കിൽ കേൾക്കണില്ല. അവളെ വിചാരം അവൾക്ക് ഇപ്പോഴും 18 വയസ്സാണെന്ന് കേട്ടോ. ആക്ച്വലി 28 വയസ്സായിട്ട് നമ്മുടെ ഹീറോയിന്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അതിൽ കൂടെ പോകുന്ന ഒരാളെടുത്ത് ചോദിക്കി, ഇത് ഏതാ വർഷം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് 2025 പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്മൈലൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്ത് 2025 ചോദിക്കുന്നുണ്ട്. അപ്പോൾ 10 വർഷം കഴിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവിടുത്തെ നഴ്സുമാർ പറയുകയാണെ, ജിയാങ്ങിന് ഭയങ്കര ഇഷ്ടമാണ് ഭാര്യനെ, പക്ഷേ ഈ ഭാര്യയാണെങ്കിൽ ആളെ ചീറ്റ് ചെയ്തിട്ട് അവൾക്കാണെങ്കിൽ വേറൊരാളോട് ഇഷ്ടമുണ്ട്, അവൻ്റെ പേരാണ് സി. എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഇവളാണെങ്കിൽ വെള്ളത്തിൽ ചാടി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവൾ പറയുന്നത് ഇത്രയൊക്കെ ഒരു ബാഡ് ക്യാരക്ടറാണോ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ അതേ സമയത്ത് ഒരു കുട്ടി വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ബാഡ് വുമണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിലല്ലോ അടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ജിയാങ്ങാണെങ്കിൽ വന്ന് ആ കുട്ടീനെ തടയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ കുട്ടീനെ എടുത്ത് ഷൗട്ട് ചെയ്യാണ്, ആരാണ് എൻ്റെ വൈഫിനെ ബുള്ളി ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ കുട്ടി ഇത് കണ്ട് കഴിഞ്ഞിട്ട് പേടിച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇവൾ ചിന്തിക്കുകയാണ്, ഇവൻ എന്നെ ആക്ച്വലി പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് ഇവൾ ചിന്തിക്കണത് കേട്ടോ. ഇവളുടെ ഉള്ളിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ബാഡ് ക്യാരക്ടറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിയാങ്ങാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് കഴിഞ്ഞിട്ട് ഇവൻ കൊണ്ടുപോണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഹീറോയിനാണെങ്കിൽ നമ്മുടെ അങ്ങനെ തന്നെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണത് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇവൻ തന്നെയാണെന്ന് ചിന്തിക്കട്ടെ കേട്ടോ. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിയാങ് അവിടെ നിൽക്കണ്ടായിരിക്കും. എന്നിട്ടോട് ഇവനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ജിയാങ്ങാണെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് കൈ കൊടുക്കണ പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ അവളെ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും വീഴാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ദേഷ്യം വരിക. എന്നിട്ട് പറയാണ് അവിടെ ഇട്ടിട്ട് നിനക്കൊന്നും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതുപോലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിയാങ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. നിന്നെപ്പോലെ ഒരു ബാഡ് പേഴ്സണെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ കൂണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൾ ആലോചിക്കുന്നത്. എന്നിട്ട് പറയണേ ആക്ച്വലി ഇപ്പോൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തു, അപ്പോൾ ഇവൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറി എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവർ സ്നേഹിച്ചാണ് കേട്ടത്. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല കേട്ടോ. അവൾക്ക് അമ്മീഷ വന്നു. അവളുടെ ഉള്ളിൽ ഇപ്പോൾ അവളെ പ്രായം 18ആണ്. ആ വരെയുള്ള മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് ഓർമ്മ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവളെ. ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ഇവളാണെങ്കിൽ ഇവരെ വെഡ്ഡിങ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പറയണേ ആക്ച്വലി ഇവൻ എന്നെ മാരേജ് ചെയ്തെന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റായ കളേഴ്സിലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ ചോദിക്കണേ ശരിക്കും നീ എൻ്റെ ഭർത്താവാണോ ചോദിക്കേണ്ടത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ജീവങ്ങാണെങ്കിൽ അവൾക്കൊരു കിസ്സും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയാണ് നീ എന്തിനാണ് എപ്പോഴെപ്പോഴും എന്നെ കിസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കിസ് ചെയ്യാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ജിയാങ് പറയുന്നുണ്ട് നീ എൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കിസ് ചെയ്ത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് വന്നിട്ട് ഇവളടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവൾ ചിന്തിക്കുകയാണ് ഇവനെ ഞാൻ എപ്പോഴാണ് മാരേജ് ചെയ്തതെന്ന് നമ്മുടെ ഹീറോയിന് ഓർമ്മയില്ല കേട്ടോ. ഇവൾ ആ 18 വയസ്സിൽ ബോധം കെട്ട് വീണല്ലോ. ആ വരെയുള്ള മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിന് ഓർമ്മയുള്ളൂ. അതിന് ശേഷം ഒന്നുമില്ല. എന്നിട്ട് അവൻ പറയാണ് നമുക്ക് ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണെങ്കിൽ ഇവർ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഒരു വെൽക്കം ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊന്നും ഓർമ്മയില്ല കേട്ടോ. അതായത് ഓഫീസിലെ കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇവൾ പറയാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കണേന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് നീ ജസ്റ്റ് ഇവിടെ വന്നിരുന്നാൽ മതി, എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അടുത്ത് സംസാരിക്കണം കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഒരു സ്റ്റാഫാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ സൈൻ ചെയ്യാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മേഡത്തിനൊന്ന് സൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ അവളാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്തേക്ക് തന്നെ അവിടെ വേറൊരു ക്യാരക്ടർ എൻ്റർ ആവുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ജിയാങ്ങിൻ്റെ സെക്രട്ടറിയാണ് കേട്ടോ. ഇവള് വലിയ വില്ലത്തിയാണ്. ഇവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമല്ല. അപ്പോൾ ഇവളെ കാണുമ്പോൾ ഇവള് പറയുകയാണ് ഇവളെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ എന്ന് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജിയാങ്ങിൻ്റെ മേലൊരു കണ്ണുണ്ട് അവൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിയാങ്ങിനോടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ സംസാരിക്കുകയാണ്. ലൂണ ഡിസൈനിങ്ങിൻ്റെ ഒരു പാർട്ടി ഉണ്ട് കേട്ടോ, ഡിന്നർ പാർട്ടിയാണ്. ആ പാർട്ടിക്കാണെങ്കിൽ ഇവർ പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇവള് പറയുന്നുണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിയാങ് പറയുന്നുണ്ട് പറ്റില്ല, ഞാനാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് നീ എന്തായാലും അത് അറ്റൻഡ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് പ്ലീസ് എന്ന് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിയാങ്ങാണെങ്കിൽ കൂട്ടാക്കളെ അവൻ പറയാണ് ഇല്ല ഇതിൽ നീ ഒഴിഞ്ഞാൽ മാറാൻ പറ്റുന്നില്ല, നീ എന്തായാലും ഈ പാർട്ടി അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ കോൺടാക്ട് എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇവൾക്ക് ദേഷ്യം വേണ്ടി ഇവൾ പറയാണ് അല്ലെങ്കിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പോകുന്നുണ്ട്, നിൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ചിന്തിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ ആ ലൂണ ഡിസൈനർ പ്രൊജക്റ്റ്. ഇവൻ പറയാണ് നിൻ്റെ ഡ്രീമാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അവൾക്കൊന്നും ഓർമ്മയില്ല. ഇവളാണെങ്കിൽ വേറൊരു പ്ലേസിൽ വന്ന് കഴിഞ്ഞിട്ട് തന്നെ പറയാണ് എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്കിടയിൽ എന്താ സംഭവിച്ചത്, 10 വർഷങ്ങൾ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ സി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീനെ കാണാൻ സമയത്ത് ഇവൾക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ആ സെക്രട്ടറി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സി അങ്ങനെയാണെങ്കിൽ ഇവൾ കോൾ വിളിച്ചിട്ട് പറയാണ് നമ്മുടെ സിയും ഹീറോയിനും ക്ലോസ് ആയിട്ട് അവിടെ ഇരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നമ്മുടെ സീനെ കുറിച്ചിട്ടുള്ള റൂമേഴ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയിന് ഇഷ്ടം സീനാണ്, ഹസ്ബൻഡിന് ഇഷ്ടമല്ല. എന്നിട്ട് നമ്മുടെ സീ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ എന്നിട്ട് പറയാണ്, നീ എനിക്ക് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ചാടുകയും ചോദിച്ചിട്ട് നമ്മുടെ സീ ആണെങ്കിൽ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ ഇവൻ ആരാണെന്ന്. ഇവനാണെങ്കിൽ ഇവളെ ഹഗ് ചെയ്തിട്ട് പറയാണ്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇവന് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ചിന്തിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലല്ലോ. എന്നിട്ട് പറയാണ്, നീ വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് കുറച്ച് ക്ലോസ് ആയിട്ടല്ല ഇരിക്കണത്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ ദൂരത്തു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്ത് വേണം, ഇവൻ വീട്ടിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരാനിട്ട് പറയാണ്, എൻ്റെ മുന്നിൽ വെച്ചിട്ട് നീ ഒരാളെ ഹഗ് ചെയ്ത് നിൽക്കണം നമ്മുടെ ഹീറോ പറയണത് കേട്ടോ. ആക്ച്വലി നിങ്ങൾ തമ്മിൽ റിലേഷനൊക്കെ ഉണ്ടെന്നാണ് ഇവ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരുടെ അടുത്ത് പറയാൻ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ കേൾക്കണില്ല. എന്നിട്ട് ഹീറോ പറയുകയാണ്, എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൾ നിൽക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് കേൾക്കാണ്ട് അവിടെ നിന്നാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ സീ കൈ പിടിച്ചിട്ട് പറയാണ്, അവന് തെറ്റിദ്ധാരണയെന്ന് പറയുന്നുണ്ട്, അതൊരിക്കലും തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മളറിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കൂട്ടാണ്ട് വന്നിട്ടുണ്ടായിരിക്കും വീട്ടിലേക്ക്. അപ്പോൾ അതേ സമയത്ത് സർവൻറ്റ് പറയുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, മാഡത്തിന് ഒന്നാമത് മെമ്മറി ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇവനാണെങ്കിൽ അവളെ വിളിക്കാൻ പോകണം. ആ ടൈമിൽ കറക്റ്റ് വാതിൽ ഓപ്പൺ ആവുന്ന ടൈമിൽ നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഭയങ്കര കളിപ്പിലാണ് വരുന്നത് കേട്ടോ. കാരണം ഇവനാണെങ്കിൽ തെറ്റിദ്ധരിച്ച് പോയിട്ട് ഇവളാണെങ്കിൽ ഓഫീസിൽ നിന്ന് കൂടാണ് ഒറ്റയ്ക്ക് വന്നല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കാൻ വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാണ്ട് ഇവൾ നേരെ പോയിട്ട് കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ബാത്തപ്പിൽ കിടക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ചിന്തിക്കാണ് കേട്ടോ, ഇവൻ എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതാണ് ഇവൾ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഞാൻ ശരിക്കും റോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണെന്നൊക്കെ ഇവിടെ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ടവലെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടവലെടുക്കാൻ നോക്കുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ എത്തണില്ല. അപ്പോൾ ഇവളിങ്ങനെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ സ്ലിപ്പായിട്ടൊന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ വോയിസ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ ചോദിക്കേണ്ടത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയേണ്ടത് ഒന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇവൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ കുറച്ച് ഡീസൻ്റാന്ന് തോന്നുന്നുണ്ട്. ഇവ ആ ടവലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ എടുത്തിട്ട് പൊതപ്പിച്ചിട്ട് ഇവളാണെങ്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് കഴിഞ്ഞിട്ട് ഇവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോരാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇവളാണെങ്കിൽ ചിന്തിക്കുകയാണ്, ഇവൻ ഇത്രയും കെയറിങ് ആണോ എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവളെ എടുത്ത് അവിടെ റൂമിൽ കൊണ്ടിരുത്തി കഴിഞ്ഞിട്ട് ഇവിടെ കാലുമ ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇവനുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തടവി കഴിഞ്ഞിട്ട് അതിൽ ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ എന്ന് വെച്ചാൽ നീ ചെറിയ കുട്ടി എന്നല്ല, നീ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയൊക്കെ ആവേണ്ട. എന്നിട്ട് ഇവനാണെങ്കിൽ ആ ലൂണ ഡിസൈനിങ്ങിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് സ്പീച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഇവൾക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു നോട്ട് പോലെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അത് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൻ പറയുകയാണ്, ഇത് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്, നിനക്കിത് ഹെൽപ്ഫുള്ളാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയുന്നത് ശരിക്കും ഇവനൊരു നല്ല പേഴ്സണാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ലൂണ ഈ ഇവൻ്റ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സെക്രട്ടറി ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, ഹീറോയിൻ എന്തായാലും വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ എന്തായാലും ചീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അവളെ കൂടി നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ പറയാണ്, ചിലപ്പോൾ അവൾ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയുടെ അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ അനൗൺസ് ചെയ്യാൻ പോവാണ് കേട്ടോ, നമ്മുടെ ഹീറോയിൻ വരില്ല, അതുകൊണ്ട് തൽക്കാലം ഇതെന്തായാലും ഈ ടൈം എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ സ്പീച്ച് കൊടുക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ഹീറോ പറയേണ്ടി വെയിറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ വരും, ഞാൻ അവളെ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഈ സെക്രട്ടറി ആണെങ്കിൽ ഉണ്ടല്ലോ ഇല്ല എന്തായാലും വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതെന്തായാലും ഇപ്പോൾ അത് കുറച്ച് ഇതാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് അതിശയം, കാരണം നമ്മുടെ ഹീറോ നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവ വിശ്വസിക്കുന്ന അവൾ വരുന്നു. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനെ അവിടേക്ക് എൻ്റർ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കാണുന്ന സമയത്ത് ഈ സ്റ്റാഫാണെങ്കിൽ ഉണ്ടല്ലോ ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ സമയത്ത് ഇവൾ നേരെ വന്ന് കഴിഞ്ഞിട്ട് സ്പീച്ച് കൊടുക്കാണ്. എന്നിട്ട് നമ്മുടെ ഈ ലൂണ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവളെ സ്പീച്ചൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവളെ ഹെൽപ്പ്
ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടി നിൽക്കുന്ന സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും ക്ലാപ്പ് കൊടുത്തിട്ട് പറയാണ് ശരിക്കും നമ്മുടെ ഹീറോയിൻ നല്ല ജീനിയസാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിനക്ക് എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പെണ്ണിനെ കണ്ടിട്ട് സൈക്കിൾ ആൻഡ് ഇവളാണെങ്കിലല്ലോ നമ്മുടെ ഹീറോയിന് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊരു പൊടി കലർത്തിയിട്ടുണ്ട് കേട്ടോ, മയങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുതായിട്ട് ബോധം പോലെ പോകുന്നുണ്ട്. എന്നിട്ട് ഈ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ മേഡത്തിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സീ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ റൂമിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്തിന് ഇവൾക്ക് കുറച്ച് ഹോട്ടായിട്ട് ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് പറയുകയാണ് എനിക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഈ സെക്രട്ടറി എന്ത് ചെയ്യുന്നു പറയട്ടെ, ഇവളാണെങ്കിൽ നമ്മുടെ സിക്ക് ഒരു മെസ്സേജ് ചെയ്തിട്ട് പറയുകയാണ് ഞാൻ റൂം നമ്പർ 546 പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് അതിൻ്റെ ഫോൺ അവിടെ എടുത്തിട്ട് പറഞ്ഞിട്ട് പറയാണ് ഇതോടുകൂടി ചെയ്യാമെങ്കിൽ നിൻ്റെ ചാപ്റ്റർ ക്ലോസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ടീവനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. ഇവൾക്ക് നമ്മുടെ ചെയ്യാങ്ങനെ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സി ശരി നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കോട്ടൂരുണ്ട് കേട്ടോ. പിന്നീട് ആ സീൻ കട്ട് ചെയ്തിട്ട് കളിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ. ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമ്മളെ കാണാനില്ല കേട്ടോ. എന്നിട്ട് ഹീറോ കുറേ അന്വേഷിച്ചിട്ട് കാണാണ്ടാവുമ്പോൾ ഇവളെവിടെ പോയി എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ സെക്രട്ടറി ഉണ്ടല്ലോ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഹീറോയിൻ ഇന്ന റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ടീവനാണെങ്കിൽ ആ റൂമിൽ വന്ന് തട്ടി നോക്കണ്ട. ടീവളാണെങ്കിൽ ഓപ്പൺ ആവണില്ല കേട്ടോ. ടീവളാണെങ്കിൽ കാർഡ് കൊടുത്തിട്ട് അത് ആ റൂമാണെങ്കിൽ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ സി ആ റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ഹീറോ വന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരിക്കില്ല, പകരം നമ്മുടെ സി ബോധം കെട്ട് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ സെക്രട്ടറിക്ക് ഭയങ്കര ഷോക്കാവുന്നു കേട്ടോ. അപ്പോൾ അവള് പറയാണ് ഈ പ്ലാനൊക്കെ മൊത്തം ഫ്ലോപ്പായാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നാണ് അവൾ ചിന്തിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട് കേട്ടോ. ടീവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ കോൾ ഇങ്ങനെ റിങ് അടിക്കേണ്ട കാറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എന്നിട്ട് ഇവനാണെങ്കിൽ വേഗം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് നീ എന്ത് ഇവിടെ കിടക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവൾക്കാണെങ്കിൽ തീരെ വയ്യ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവൾക്ക് ചെറുതായിട്ട് ഫീവറൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഡ്രഗ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ തൊട്ട് നോക്കുന്ന സമയത്ത് ശരിയാണ്. അപ്പോൾ ഹീറോ പറയാണ് ഡ്രൈവറെ അടുത്ത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ വണ്ടി. അതേ സമയത്ത് തന്നെ നേരെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന് ഓർമ്മയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവൾക്ക് നമ്മുടെ ചിയാങ്ങെന്നറിയാം. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ചിയാങ്ങിനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിസ് ചെയ്യണത് പക്ഷേ നമ്മുടെ ചിയാങ്ങിന് എന്തോ പോലെ ആവണ്ട്. എന്നിട്ട് ഇവൻ ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ചിയാങ്ങെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ തിരിച്ച് കിസ് ചെയ്യണം. അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടൈം മോർണിംഗ് എണീക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ എടുത്ത് കിടക്കണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറയാണ് ഹായ് നല്ല ഡ്രീം എന്ന് പറഞ്ഞ് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ വീട്ടിൽ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഡ്രീം അല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ കണ്ണൂർ നോക്കുന്ന സമയത്ത് ആരും നമ്മുടെ ഹീറോ കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഷോക്കായിട്ട് ഇവനിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇന്നലെ നൈറ്റ് എന്താ നടന്നതെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് നൈറ്റ് എന്താ നടന്നത് എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഡ്രഗ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് കിടത്തിന്ന് പറയുന്നുണ്ട്. നീയാണ് എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് ഞാനല്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കാണ് കേട്ടോ, അവനെ കിസ് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് ഇപ്പം നിനക്ക് ഓർമ്മ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും പറയാണ് സിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അത് ശരി നിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരുന്നിട്ട് നീ സിയുടെ കാര്യമല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ നമ്മുടെ സീൻ അടിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. എന്നിട്ട് ഇവൻ ചോദിക്കുകയാണ് ആക്ച്വലി എന്താ നടന്നതെന്ന് ചോദിക്കേണ്ട കേട്ടോ ഈ സമയത്ത്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ സി ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതായിരിക്കും. പക്ഷേ ഇവൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ സിക്കിട്ട് ഒരു അടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ സി ബോധം കെട്ട് വീണുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ. എന്നിട്ട് പറയണം അവൻ ഓക്കെ അല്ലേ എന്നാണ് ചോദിക്കണത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ഭയങ്കര വീണ്ടും ദേഷ്യം വരട്ടെ. എന്നിട്ട് ഇവൻ പറയാണ് വീണ്ടും നീ അവൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറയാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത്
സമയത്ത് നിനക്ക് അവനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അല്ല അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ തലക്കടിച്ച് പിന്നെ വിളിക്കൊന്നും ഓർമ്മയൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് പോകണ്ടിട്ടാ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. ഇവള് പറയാണ് ശരി ശരി നിങ്ങൾ വേഗം പൊക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ പോകേണ്ട നേരമായി എന്നൊക്കെ പറയേണ്ടിട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ടോപ്പിക്ക് വേഗം ചെയ്യിച്ചാൽ അവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ശരിയാവില്ല എന്ന് അറിയാട്ടാ. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നീ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളും പറയാണ് ഇല്ല എനിക്ക് ഈ ലൂണ ഡിസൈനിൻ്റെ കുറച്ച് കാര്യങ്ങൾ വർക്കുകളൊക്കെ പെയിൻറ്റിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഓഫീസാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ സിയും അതുപോലെ ഹീറോയിനും കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം കേട്ടോ. ഈ ലൂണ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ബാക്കിയാവേണ്ടി. എന്നിട്ട് നമ്മുടെ സി ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോ ഇത് കേട്ടോണ്ട് വരണം. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് എൻ്റെ വൈഫിനെ നീ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സീനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറയാണ് അല്ല നിൻ്റെ വർക്ക് കുറച്ചും കൂടി ഫിനിഷ് ആവാനില്ലേ, നീ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവളെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഇത് മനസ്സിലാണ് ഇവന് ചെറുതായിട്ട് ജലസ് ഫീൽ ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ സിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പാവ സി ആണെങ്കിൽ ആ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ല ചിയങ്ങ് നിനക്ക് ജലസ് ഫീലായില്ലേ ഞാൻ സീരെ എടുത്ത് ക്ലോസ് ആയിട്ടിരിക്കണം കണ്ടപ്പോൾ അതല്ല നീ ഇങ്ങനെ ബിഹേവ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയാണ് അതെ എനിക്ക് ജലസ് ഫീലായി എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഞാൻ നിൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട്. എൻ്റെ മുന്നിൽ വെച്ചിട്ട് വേറൊരാണിനോട് ക്ലോസ് ആവണത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് ആക്ച്വലി നിനക്ക് ഞാനാണ് ഇമ്പോർട്ടൻറ്റ് അത് സി ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് തന്നെ ഇഷ്ടമല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറോനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോനെ വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഓവർ ടൈം വർക്ക് ചെയ്ത കാരണം ഇവരാണെങ്കിൽ ബോധം കെട്ട് വീണുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ കറക്റ്റ് വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കേണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഓൾറെഡി നമ്മുടെ ഹീറോയിനാണെങ്കിൽ അമ്നീഷ്യ ഉണ്ടല്ലോ. എന്നിട്ട് ഡോക്ടർ പറയാണ് ഇവിടെ അമ്നീഷ്യ വരുമ്പോൾ ഇവൾക്ക് സ്ട്രെസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിക്കവർ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇവളെ ഫുൾ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഡേ നൈറ്റും ഫുള്ളും അവൾ നോക്കുകയാണ്. അങ്ങനെ അവരവിടെ ഇനി ഉറങ്ങാണ് കേട്ടോ. പിന്നീട് മോർണിംഗാണ് കാണിക്കുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കണ്ണ് ഓർക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ കസറിൽ ഇരുന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ ഉണ്ടല്ലോ കുറച്ച് ഹാപ്പിക്കാൻ വേണ്ടിട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോ ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതായത് ആ ബാത്റൂമിൽ അവൾ വീണപ്പോൾ എടുത്തുകൊണ്ട് വന്നതും പിന്നെ അതിന് ശേഷം ഇവളെ ചെരുപ്പ് പോയപ്പോൾ ഇവളെ തോളത്തെടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ആലോചിച്ചിട്ട് ഇവനാണെങ്കിൽ വിളിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ കണ്ണൂർക്കുന്നത് എന്നിട്ട് പറയാണ് നീ ഓക്കെ ആയി എന്ന് ചോദിക്കേണ്ടിട്ടോ നമ്മുടെ ഹീറോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയേണ്ടത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് പറയാണ് നീ എന്നെ മാത്രമല്ല സ്നേഹിക്കുന്നു നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവളും ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിനക്ക് സി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഒരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ലൈറ്റായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവൻ എല്ലാ രീതിയിലും ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവൻ നല്ലൊരു ക്യാരക്ടറാണെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോയും മറ്റ് സ്റ്റാഫ്സൊക്കെയാണ് കേട്ടോ. നമ്മുടെ ലൂണ പ്രോജക്റ്റ് ഉണ്ടല്ലോ അതാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ ഇവൾ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ട്. എനിക്ക് ഇവളാണെങ്കിൽ ഡ്രിങ്ക് കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് നീ ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് പറഞ്ഞു. ഓൾറെഡി ഡ്രിങ്ക്സ് കഴിച്ചിട്ട് നീ ബോധം കെട്ട് വീഴുന്നില്ല, നീ അതുകൊണ്ട് ജ്യൂസ് കുടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് മറ്റ് സ്റ്റാഫൊക്കെ പറയുകയാണ് ഓ സാറിന് എന്തൊരു കെയറിങ് മേഡത്തിനോടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റൂമേഴ്സൊക്കെ വെറുതെയാണ് ഇവർ നല്ല കപ്പിളാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനും അതുപോലെ ഹീറോയിനാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ സീ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോയിനാണെങ്കിൽ
ആണെങ്കിൽ വെള്ളത്തിൽ വീണുണ്ടായിരിക്കുമല്ലോ, അത് സിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, റൂമേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ സി അതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനും പറയാൻ വരുന്നുണ്ട്, ആക്ച്വലി സി എനിക്ക് നിൻ്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് ഇഷ്ടം എന്നൊക്കെ പറയാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഹീറോ അതായത് ഇവരെന്ത് സംസാരിക്കുന്നത് കേൾക്കില്ല, ഇവരിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് മാത്രമാണ് കാണുന്നത്. ഇവനാണെങ്കിൽ ആ ഫ്ലവർ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കൈ കാണിച്ചിട്ട് പറയാണ്, സി ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, കാരണം ലൈഫ് ലോങ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വാക്ക് കൊടുക്കണം കേട്ടോ. അതായത് ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് കേട്ടോ ഇവള് സംസാരിക്കുന്നത്. നമ്മുടെ സിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു വേർഡ് മാത്രം നമ്മുടെ ഹീറോ കറക്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കുന്നുണ്ട്, അതായത് ലൈഫ് ലോങ് കൂടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവള് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ഇവൾക്ക് വേണ്ടി ഫ്ലവറും മറ്റ് ഗിഫ്റ്റ്സൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ കൊണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ്, അത് ശരി, അപ്പോൾ നിനക്ക് കമ്പനി ഇഷ്യൂ ഒന്നുമില്ല അല്ലേ, നിനക്ക് ശരിക്കും ഇഷ്ടം ഇവനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഫൂൾ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ സി പറയേണ്ടത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിക്കണം ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഒന്നുമില്ല, ബെസ്റ്റ് ഫ്രണ്ട്സാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിയാങ്ങാണെങ്കിൽ അത് കൂട്ടാക്കണമെന്നില്ല. അപ്പം നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, അതേ ജിയാങ്ങെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്താ പറയാൻ വന്നതെന്ന് നീ ഫുൾ കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോ പറയണെങ്കിൽ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്, എല്ലാം മനസ്സിലായെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ജസ്റ്റ് ആക്ട് ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് മെമ്മറി ലോസ് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിനക്കല്ലെങ്കിലും ഇവനാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാനൊരു വേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവള് പറയുന്നുണ്ട്, ജിയാങ് അങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിന് ഇപ്പോൾ നമ്മുടെ ഹീറോയിനാണ് ഇഷ്ടം, പക്ഷെ ഇവനാണെങ്കിൽ അതൊന്നും ഇവള് പറയണത് പോലൊന്നും കേൾക്കണില്ല കേട്ടോ. കാരണം ഇവള് സീനെ ഉദ്ദേശിച്ചത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ലൈഫ് ലോങ് ഉണ്ടാവും എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവനാണ് തെറ്റായിട്ട് മീൻ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടുന്ന് പിണങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ സി വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ നിൽക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവനിങ്ങനെ പോണ കാരണം ഇനി എന്ത് ചെയ്തിട്ടാണ് ഇവനിങ്ങനെ വിളിക്കാന്നാണ് ഇവിടെ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഒരു പ്ലേസിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇവൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ കേട്ടോ. പക്ഷേ ഇവൻ വീണ്ടും അവളുടെ അടുത്ത് നിന്ന് നീ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഹേർട്ട് ചെയ്തിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൻ കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റിൽ വലിച്ചതുണ്ടായിരിക്കും, ആ ഗിഫ്റ്റുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ വേറൊരു സ്ഥലത്ത് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് കരയുണ്ട്, മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞ മാഡത്തിന് സാറിനെ ഭയങ്കര ഇഷ്ടമൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാറിന് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ആക്ച്വലി നീ അവളെ പോയി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോ. അങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഹീറോയിനോട് അവൻ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇയാളടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മളെ സ്റ്റാഫ് ഉണ്ടല്ലോ, അതായത് ഇവളുടെ അസിസ്റ്റൻറ്റ്, അവൾ വന്ന് കഴിഞ്ഞിട്ട് പറയാണ്, മേഡം ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു സ്പീച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലൂണ ഡിസൈനിങ് സക്സസ് ആയിട്ട് ഇവർ ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരെണ്ണത്തിനാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനൊക്കെ പറഞ്ഞിട്ട് ഇവൾ സ്പീച്ച് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സെക്രട്ടറി ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ സിയും ഹീറോയിനും ഉള്ളൊരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ആണെങ്കിൽ അവിടെ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ തമ്മിൽ തെറ്റായൊരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് റൂമിൽ പോണതൊക്കെ ആയിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവരാണെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി റൂമേഴ്സൊക്കെ സത്യമായിരുന്നു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമല്ല, ഇവള് ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുന്ന, ഇവൾക്ക് സീനിയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലാവരും നമ്മുടെ ഹീറോയിനെ മോശമായിട്ട് എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ സെക്രട്ടറിയുടെ ഉദ്ദേശം തന്നെയായിരിക്കും നമ്മുടെ ഹീറോയിനും തെറ്റിക്കണം, എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ആൾക്ക് മാരേജ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പറയാണ് ഇവളെപ്പോലെ ഒരു ചീപ്പ് പെണ്ണിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാവുണ്ട്. ആക്ച്വലി ആ വീഡിയോ എഡിറ്റ് ചെയ്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇതിൻ്റെ സത്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ സി പറയേണ്ടത് ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, ഇങ്ങനെയൊന്നല്ല എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ ഫേക്ക് വീഡിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലുണ്ടല്ലോ, അത് നമ്മുടെ ഹീറോയിൻ്റെ ഡയറി എടുത്ത് വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡയറിയിലാണെങ്കിൽ ഇവൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഹീറോ ഞാൻ ഫസ്റ്റ് ടൈമിൽ കണ്ടതുണ്ടായിരിക്കുമല്ലോ, ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് ഇവൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ഇവളെ എല്ലാ രീതിയിൽ കെയർ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവൾ പറയാണ് എനിക്കിഷ്ടം എൻ്റെ ഹസ്ബൻഡിനാന്നൊക്കെ എഴുതിണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ജീവൻ പറയണ ആക്ച്വലി ഇവൾക്ക് മെമ്മറി ലോസ് ആയിട്ടുണ്ട്, അപ്പോൾ ഞാനത് തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോനെ കോൾ ചെയ്തിട്ട് പറയാണ് നമ്മുടെ ഹീറോയിനെ
എല്ലാവരും ഇങ്ങനെ ബുള്ളി ചെയ്യാന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, ഈ ശരിക്കും ഒരു ബാഡ് പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സാറിനെ ഡിവോഴ്സ് ചെയ്യുന്നു പറയുന്നുണ്ട്, എന്തിൻ്റെ സാറിന് ചീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഇത് ഫേക്ക് വീഡിയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ നമ്മുടെ ജിയാങ്, അതായത് നമ്മുടെ ഹീറോ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണ്ട. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ ഫേക്ക് വീഡിയോ ഉണ്ടല്ലോ, ആ ഫേക്ക് വീഡിയോ മാറ്റിയിട്ട് അത് ഒറിജിനൽ വീഡിയോ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ റൂമിലേക്ക് കയറുന്നില്ല, അവൾ പുറത്തുനിന്ന് മാത്രം സംസാരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് മൊത്തം കൺഫ്യൂഷൻ ആവേണ്ടത്, ഇതിൽ ഏതാ ഫേക്ക് ഏതാ റിയൽ എന്ന് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പെണ്ണിനാണെങ്കിൽ ഉണ്ടല്ലോ ആകെ കൺഫ്യൂഷൻ, ഇവിടെ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അവൾ ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ആക്ച്വലി എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കില്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ ആളെ റൂമിൽ അവൻ്റെ കൂടെ റൂമിൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്നാണ് സംസാരിച്ചത്, ഫസ്റ്റത്തെ ഫേക്ക് വീഡിയോ ആണ്, ഇതാണ് ഒറിജിനൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഈ പെണ്ണിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ സിസ്റ്റർ ഉണ്ട്, ഇവളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി കത്തി കൊണ്ടുവരാൻ കേട്ടോ സ്റ്റേജിലേക്ക്. എന്നിട്ട് പറയും നീ ബാഡ് വുമണാന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ സിസ്റ്ററെ ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുത്താൻ വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുത്ത് നമ്മുടെ ഹീറോൻ്റെ കൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ടി കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവേണ്ടി ഇവർ ഒറിജിനൽ നല്ല കപ്പിളാന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ ജസ്റ്റ് തെറ്റിദ്ധാരണയാണ്, റൂമേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഹീറോയിന് തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യാനിട്ട് നമ്മുടെ ഹീറോ പറയാണ് ഇവിടെ എൻ്റെ നല്ല വൈഫെന്ന് പറയേണ്ടത്, ഇവിടെ പുള്ളി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ പിന്നിൽ ആരാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, അവൻ്റെ സെക്രട്ടറി പെണ്ണിൻ്റെ പരിപാടി എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പം മറ്റ് സ്റ്റാഫ്സൊക്കെ പറയുകയാണ് ശരിക്കും നിങ്ങൾ നല്ല കപ്പിളെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ സെക്രട്ടറി അടുത്ത് പറയാണ് ഇതുപോലൊരു തറവേല കാണിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും ഒരാൾ ചീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടറി അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഇവളുടെ പ്ലാനൊക്കെ മൊത്തം ഫ്ലോപ്പായി പോയല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ കൈയുടെ ഇഞ്ചുറി പറ്റിയ ഭാഗത്തൊക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവർ ഭയങ്കര ഹാപ്പിക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ ചോദിക്കുകയാണ് ആക്ച്വലി നിനക്ക് എന്നെല്ലാം ഇഷ്ടം എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവള് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ ഡയറി കാണിച്ചിട്ട് പറയുകയാണ് ഇതിൽ നീയൊക്കെ എഴുതി വെച്ചാൽ ഇതൊക്കെ ഞാൻ വായിച്ചെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവള് പറയുകയാണ് എടാ ജിയാങ് ബാസ്റ്റഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഒരാളെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഡയറി ഇങ്ങനെ വായിച്ചെന്നൊക്കെ നമ്മുടെ ഹീറോനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് സത്യം പറയുന്നത് എനിക്ക് എന്നെല്ലാം ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ മാത്രമല്ല ഈ ലൈഫിൽ സ്നേഹിക്കോളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവളും കുറച്ച് ക്ഷയിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് അതേന്ന് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ മാത്രമാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൺലി യു എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ സംസാരിക്കുന്നത്. അത് ചോദിക്കണത് നിനക്ക് എന്നോട് ഇത്ര കലിപ്പെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ പറയാനോട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്കൂളിൽ ഒരു ചെക്കനെ പിടിച്ചടിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് പറയുന്നത് ഇനി നീ ക്ലോസ് ആയിട്ട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവന് വാൺ ചെയ്യണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിൽക്കൂടെ പാസ് ചെയ്ത് പോകണ്ടായിരിക്കുന്നുണ്ടാ. അപ്പോൾ അവിടെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ കാണുമ്പോൾ വിചാരിക്കുകയാണ് ഈ ചിയാങ് ഇത്ര ബാഡ് ക്യാരക്ടർ ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. ഇവള് പറയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് ഞാൻ ശരിക്കും എന്തിനാ അവൻ അടിച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാങ്സ്റ്റർ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പിടിച്ച് വീണ്ടും കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ നൈറ്റ് വീണ്ടും അവർ ക്ലോസ് ആവാണ്. പിന്നീട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരിക്കും അവന് മീറ്റിംഗ് അറ്റൻഡ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളുടെ അടുത്താണെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് അവൻ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ നിൽക്കുന്ന സമയത്ത് അവളുണ്ടല്ലോ പെട്ടെന്ന് കാല് സ്ലിപ്പായി വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവൾക്ക് പോയ ഓർമ്മകളുണ്ടല്ലോ അതൊക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അതായത് കോളേജ് ടൈമുള്ള ഓർമ്മ തൊട്ട് നമ്മുടെ ജിയാങ് ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് പോകണ്ടായിരിക്കും. അപ്പോൾ ഇവള് ചോദിക്കുന്നെങ്കിൽ എന്തിനാ എന്നെ ഫോളോ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ വീണിട്ട് അവളെ നെറ്റിലൊരു പാടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ പാട് കണ്ടിട്ട് ഇവൻ പറയാണ് എന്നാൽ ഈ ഓയിൽമെൻറ്റ് തേച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽമെൻറ്റ് കൊടുക്കുക. അതുപോലെ ഇവള് വീഴാൻ പോണ സമയത്ത് നമ്മുടെ ജിയാങ്ങാണെങ്കിൽ കറക്റ്റ് ഇവളെ വന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇഷ്ടത്തിലാവേണ്ട ഈ സമയത്ത് ഇവനാണെങ്കിൽ വന്നിട്ട് ഇവൻ്റെ ഇഷ്ടമുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ അതേ സമയത്ത് ഇവളും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് മോതിരം
വെച്ചിട്ട് നീ എന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ ഇല്ലയോ മാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവളും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കിസ് കൊടുക്കണ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ചിന്തിക്കുകയാണ് അപ്പോൾ ആക്ച്വലി ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡായി അങ്ങനെ തന്നെയാണെന്നൊക്കെയാണ് ഇവിടെ ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ലോസായി പോയ മെമ്മറീസ് മൊത്തം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നേരെ ഓഫീസിൽ പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ സെക്രട്ടറി വരുന്നുണ്ട്. ടിവള് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഇതുവരെ ചെയ്തതല്ല തെറ്റിനും സോറി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണ് പറയാണ് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഷെല്ലായിട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നല്ല ഹാപ്പി കപ്പിളാണ്, സാറിന് ഒരുപാട് ഇഷ്ടമാണ് മാഡത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ബായ് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനും അതുപോലെ ഹീറോയിനാണ് കാണിക്കുന്നത്. സീ പറയാണ് ഞാനും ഹീറോയിനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയണം അതെനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോ. കാരണം അവൾ സ്നേഹിച്ചത് തന്നെയാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സീ പറയാണ് ആക്ച്വലി എനിക്ക് ഗേൾസിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ബോയ്സിനോട് താല്പര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൻ തുറന്ന് പറയണ ഇവനൊരു ഗേ ആന്ന് കേട്ടോ. അത് കേട്ട് ഇവനൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ സി ആണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് പറയാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ടല്ലോ വേറെ ആരുടെ അടുത്തും പറയുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവനാണുങ്ങളോടാണ് ഇൻട്രസ്റ്റ് എന്ന്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് ചർച്ച ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട് കോളേജിലേക്ക് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ എത്തുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം നടക്കുന്നുണ്ട്. അതായത് ഇവർ കണ്ടും മുട്ടി കോളേജ് ഉണ്ടല്ലോ ആ കോളേജിലേക്ക് കേട്ടോ. നമ്മുടെ ഹീറോയും ബോധം കിട്ടി വിടില്ലേ ആ കോളേജ്. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്തുണ്ട് ഇതുപോലെ ഒരു കപ്പിൾ അടികൂടുകയാണ് കേട്ടോ. അപ്പോൾ പെണ്ണ് പറയണേ നിന്നെ പോലെ ഒരുത്തന്നെ ഒരിക്കലും ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ ചൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടികൂടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറഞ്ഞ ഡയലോഗ്സ് ഉണ്ടല്ലോ, അതായത് നിന്നെ പോലെ ഒരാളുണ്ടല്ലോ ലൈഫിൽ ഞാൻ ഇനി മീറ്റ് ചെയ്യാനും പാടില്ല, നിന്നെ പോലെ ഒരാളെ ഞാൻ ചൂസ് ചെയ്യില്ല, നീ അത്ര ഹാൻസം അല്ല എന്നൊക്കെ പറഞ്ഞില്ല. ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത്. അപ്പം ഇത് രണ്ടുപേരും ഇത് ഓർത്താലോചിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നെക്സ്റ്റ് ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ തന്നെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്രത്തോളം നിന്നെ എനിക്ക് ഇഷ്ടമെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ടോ നെക്സ്റ്റ് ലൈഫ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ തന്നെ ചൂസ് ചെയ്യണം എൻ്റെ വൈഫായിട്ടെന്ന് പറഞ്ഞിട്ട് ഇവന് സംസാരിക്കണം. എനിക്ക് ഐ ലവ് യു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നിടത്ത് ഒരു ഹഗ് ചെയ്തിരിക്കുന്നിടത്ത് നമ്മുടെ ഈ ഡ്രാമയും എൻജോയ് ആവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.